ആരാധനാ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വലിയ നോമ്പ് കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മനസ്സിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ ചിന്തകൾ കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ നോമ്പ് കാലഘട്ടം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ്. അത് നമ്മിലുണ്ടാകേണ്ട രൂപാന്തരത്തെപ്പറ്റിയും നമ്മിലെ ദൈവീക സാന്നിധ്യ ബോധത്തെപ്പറ്റിയും ഒക്കെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള വേദഭാഗങ്ങളാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ചയാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഞായറാഴ്ച. കഴിഞ്ഞ ആഴ്ച പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ഇനിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും യേശുക്രിസ്തു മനുഷ്യ ശരീരത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളാണ്. മനുഷ്യൻ്റെ രൂപാന്തരത്തെ പറ്റിയാണ്. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട മനുഷ്യരെ ദൈവികരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നോമ്പ് കാലത്ത് നടക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നുമെല്ലാം പുറന്തള്ളപ്പെട്ടവനാണ്. എനിക്ക് വളരെ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമുണ്ട്. ഞാൻ വൈദികനായിട്ട് നാഗ്പൂർ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരു അവധിക്കാലം, ക്രിസ്തുമസ് അവധിക്കാലത്ത് ഞാനും 2-3 സ്റ്റുഡൻസും പിന്നെ അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഉള്ളു. ജനുവരി മാസം 5-ാം തീയതി, ജനുവരി മാസം 5 എന്നുള്ളത് ഞാൻ ഓർത്തിരിക്കാൻ കാര്യം പിറ്റേന്ന് ധനഹാ പെരുന്നാളാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അത് ഓർത്തിരിക്കുന്നതാണ്. ഞങ്ങളുടെ സെമിനാരിയുടെ കുക്കായിരിക്കുന്ന അശോകൻ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, അടുത്ത പുരയിടത്തിൽ, നമ്മുടെ സെമിനാരിയുടെ അപ്പുറത്തൊരു പുരയിടമാണ്, ആ പുരയിടത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ടിട്ടിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ മനുഷ്യനെ കൊണ്ടിടുക എന്ന് പറയുന്നത് മൃതശരീരമാണല്ലോ. അങ്ങനെയല്ലേ, മൃതശരീരമാണെങ്കിൽ അങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഞെട്ടി അവനോട് ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്കറിയാമോ, ഈ ദാബയിലൊക്കെയുള്ള കയറുകെട്ടിലില്ലേ, കമ്പൗണ്ട് വരഞ്ഞ ദാബ കട്ടിൽ, ആ കട്ടിൽ പോലൊരു കട്ടിലിനകത്ത് ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. കമ്പിളിയൊക്കെ, ജനുവരി ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പാണ്, അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ അശോകൻ അതുവഴി പോകുമ്പം അവനോട് പറഞ്ഞ്, എനിക്ക് 2 രൂപയ്ക്ക് കടല വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ച്, അങ്ങനെ അവൻ കടല വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൂടുതൽ 2 സ്റ്റുഡൻസും ഈ അശോകനും ഒക്കെ ആയിട്ട് ഒരു പാത്രത്തിൽ ബ്രേക്ക്ഫാസ്റ്റും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാത്തവണ്ണം ഭയങ്കര സ്മെല്ലാണ്. അയാൾക്ക് ഞാൻ ചെന്ന് വിളിച്ചു. ഈ കമ്പിളിയൊക്കെ പുതച്ച് കിടക്കുകയാണ്. മുകളിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, മഞ്ഞ് നനയാതിരിക്കാൻ വേണ്ടി. ഒരു മാവിൻ്റെ മൂട്ടിൽ കിടക്കുക. ആരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. വീട്ടുകാർ കൊണ്ട് ചെന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനെ. ഒന്ന് ആലോചിച്ച് നോക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നുള്ള കഥയല്ല, ഞാൻ ഈ 2005 നടന്ന കഥയായി പറയുന്നത്. 2005 നടന്ന കഥയാണ് പറയുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാളും മുഖം തുറന്ന് നോക്കി, കമ്പിളി മാറ്റി നോക്കി. മുഖം കണ്ടു, സുന്ദരമായ മുഖം. പക്ഷെ ദേഹം മുഴുവൻ കുഷ്ഠമാണ്. ദേഹം മുഴുവൻ കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ്. അടുത്ത് നിൽക്കാൻ വയ്യാത്തവണ്ണം സ്മെല്ല്. ഞാൻ അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് തിരികെ വന്ന് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോണ്ടാക്ട് ചെയ്തു. ബാബ ആംദയുടെ ആനന്ദവൻ ഉൾപ്പെടെ അവിടെ വരെ ഞാൻ വിളിച്ചു. പക്ഷെ ആർക്കും ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ സൗകര്യപ്പെട്ടില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ പ്രയാസപ്പെട്ടിട്ടും അങ്ങനെ ഒരാളെ കൊണ്ടുപോകാൻ അവർ വില്ലിങ് ആയില്ല.
പിറ്റേന്ന് നാഗ്പൂർ പള്ളിയിൽ അച്ഛന്മാർ അവധി സമയത്ത് ലീവായിരുന്നത് കൊണ്ട് നാഗ്പൂർ പള്ളി ദനഹാ പെരുന്നാൾ നടത്തിയിട്ട് ഞാൻ മദർ തെരേസ സെൻറ്റർ വരെയുള്ള പല സെൻറ്റേഴ്സും പോയി അന്വേഷിച്ചു. ഈ മനുഷ്യനെ ആർക്കെങ്കിലും ഒന്ന് ആരും വില്ലിങ്ങല്ല അത്രയും എക്സ്ട്രീമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എടുക്കാൻ. അവസാനം ഞാൻ വളരെ പ്രയാസപ്പെട്ട് തിരികെ വന്നു. തിരികെ വരുന്ന വഴിക്ക് കൽമേശ്വർ പോലീസ് സ്റ്റേഷനിൽ കയറി. അവരറിയണമല്ലോ ഇങ്ങനൊരു മനുഷ്യനെ കൊണ്ടിട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറി. അവിടെ ചെന്നപ്പോൾ വളരെ പ്രയാസകരമാണ് അവിടുത്തെ സ്ഥിതി. അവിടെ പോലീസുകാരനെ നോക്കിയിരിക്കുകയാണ്. അയാളുടെ ഭാര്യയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ സർജറിയാണ്. അതിനുവേണ്ടി പണപ്പിരിവിന് വേണ്ടി അയാൾ എന്നെ കാണാൻ നോക്കിയിരിക്കുകയാണ്. അയാളുടെ ആവശ്യം അതാണ്. എങ്ങനെയായാലും ഞാൻ അവിടെ എല്ലാം അത്ര സുബോധത്തിലല്ലായിരുന്നു അവിടെ പോലീസുകാർക്ക്. അവിടെ ഞാൻ അവിടെ നിന്നും പ്രയാസപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് കടന്നപ്പം 2 പോലീസുകാർ കടയിൽ നിന്നിരുന്നു. അവർ സിവിൽ ഡ്രസ്സിലാണ്. അവർ വന്നിട്ട് അവർ എന്നോട് ചോദിച്ചു. സെമിനാരിയുടെ വണ്ടിയും അച്ഛനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നതിൻ്റെ കാര്യം അറിയാനായിട്ട് അവർ വന്നു. അവർ നല്ലവരായ 2 പോലീസുകാരാണ്. സുബോധത്തോടെയുള്ള 2 മനുഷ്യരാണ്. അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് പോലീസുകാർ അവിടെ നിന്ന് അയാളുടെ ഡീറ്റെയിൽസൊക്കെ പേപ്പറിൽ എഴുതിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഒരു ഫോൺ വന്നു. അത് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഫോണാണ്. എനിക്കത് മനസ്സിലായി. സർക്കിൾ ഇൻസ്പെക്ടറോട് ഞാൻ ആ ഫോൺ വാങ്ങിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറെ ഫോൺ വാങ്ങിച്ച് ഞാൻ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, ഈ മനുഷ്യനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, അത് എവിടെയെങ്കിലും സെൻറ്ററിൽ കൊണ്ടാക്കണം, ഞങ്ങൾക്കിപ്പം നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിവൃത്തിയില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എന്തെങ്കിലും ശ്രമിക്കാം. പക്ഷേ ഞാനത് ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, പത്രത്തിലും ഒക്കെ കൊടുക്കും. ഇങ്ങനൊരു മനുഷ്യനെ ഇവിടെ കൊണ്ടിട്ടുണ്ട്, മനുഷ്യരറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കാര്യം സീരിയസ്നെസ് മനസ്സിലായി. അങ്ങനെ ഈ മനുഷ്യനെ ഞാൻ ആംബുലൻസ് ക്രമീകരിച്ച് ഈ മനുഷ്യനെ അതിനകത്ത് ഡെറ്റോളിട്ട് കുളിപ്പിച്ചു. വണ്ടിയിലൊന്നും കയറ്റാൻ പറ്റാത്ത കിടക്കുക. അയാളെ എടുത്ത് പുറത്ത് ഷീറ്റിൽ വരിച്ചിട്ട് ഡെറ്റോളും ചൂടുവെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച്, എന്നിട്ട് 2-3 പോലീസുകാരുടെ സഹായത്തോടെ ഇതെല്ലാം ചെയ്ത് മെഡിക്കൽ കോളേജിൻ്റെ ഐസൊലേഷൻ വാർഡിൽ കൊണ്ടാക്കി അവിടെ ട്രീറ്റ് ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തു. ട്രീറ്റ്മെൻറ്റിനുള്ള ക്രമീകരണം ചെയ്ത് അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. നാഗ്പൂർ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ എന്നെ അന്വേഷിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞത്, നിർദാക്ഷിണ്യം ഒരു മനുഷ്യനെ കൊണ്ട് ചെന്ന് പറമ്പിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ മനസ്സ് മടി കാണിക്കാത്ത മനുഷ്യർ ഇവിടെ ആർക്കാണ് കുഷ്ഠം എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സ്വന്തം സഹോദരിമാരായ 2 സഹോദരിമാരുള്ളവരെ പിന്നെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. 2 സഹോദരിമാരാണ്. ആ 2 സഹോദരിമാരോട് ചേർന്ന്, അവരുടെ കുടുംബം ചേർന്ന് ഈ മനുഷ്യനെ കൊണ്ട് ചെന്ന് സെമിനാരിയുടെ പുറത്തുള്ള പറമ്പിൽ, അവർക്കറിയാം സെമിനാരി അപ്പുറത്തുണ്ടായതുകൊണ്ട് അവരെന്തെങ്കിലും ഇടപെട്ട് എവിടെയെങ്കിലും കൊണ്ടാക്കി രക്ഷപ്പെടുത്തുന്നുള്ള വിചാരത്തിലായിരിക്കാം. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തക്കവണ്ണം ഈ 2 കുഷ്ഠത്തെ പറ്റി നമ്മൾ ഈ ദിവസം ചിന്തിക്കേണ്ടതാണ്. ഈ 2 കുഷ്ഠത്തെ പറ്റി, ഒന്ന് യഥാർത്ഥമായ കുഷ്ഠരോഗം ബാധിച്ചവരും ഈ മനുഷ്യനെ നിർദാക്ഷിണ്യം ഉപേക്ഷിക്കാൻ തക്കവണ്ണം മനസ്സിന് കുഷ്ഠം ബാധിച്ച കുഷ്ഠവും. ഇത് 2ഉം ഈ ഞായറാഴ്ച നാം ചിന്തിക്കേണ്ട കുഷ്ഠരോഗത്തെ പറ്റിയുള്ള ചിന്തകളായിരിക്കണം. ലോകത്തെ സകല കുഷ്ഠരോഗികളെയും നമുക്ക് ഇന്ന് ഓർക്കാം. കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ഈ ഞായറാഴ്ചയിൽ ലോകത്തെ സകല കുഷ്ഠരോഗം ബാധിച്ചവരെയും നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും NGOയുടെയും പേരിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകളെയും നമുക്ക് സ്മരിക്കാം. അങ്ങനെ ഈ രോഗത്തിൽ നിന്നും വിമുക്തരായി പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി അഭിമാനത്തോടെ ജീവിക്കാൻ എല്ലാ കുഷ്ഠരോഗികൾക്കും ഇടയാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും അവൻ്റെ ജീവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുവാനും സാധ്യമാകാതെ പോകുന്ന മനസ്സിന് കുഷ്ഠം ബാധിച്ച മനുഷ്യരെ അത് നമ്മൾ പ്രധാനമായിട്ട് ഈ ദിവസം ഓർക്കേണ്ടതാണ്. അത് നമുക്ക് ചുറ്റുമുണ്ടെന്ന് മാത്രമല്ല, നമ്മിലും ചിലപ്പോഴൊക്കെ പ്രകടമായി കാണുന്ന രോഗമാണ് മനസ്സിൻ്റെ കുഷ്ഠം എന്നുള്ളത്. മറ്റേ കുഷ്ഠം കർത്താവ് അവരെ വിളിച്ച് സമൂഹം പിന്തള്ളപ്പെട്ട ആ മനുഷ്യനെ അവൻ ചോദിച്ചു, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവൻ്റെ നിസ്സഹായാവസ്ഥയിൽ അവൻ ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്താണെന്നറിയാമോ? എനിക്കതേ ഉള്ളൂ എന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സേ ഉള്ളൂ. നിന്നെ ചേർത്ത് പിടിക്കുവാൻ, നിന്നെ ഉൾക്കൊള്ളുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ എനിക്ക് മനസ്സേ ഉള്ളൂ എന്ന അത് ആ മനസ്സിനെയാണ് കുഷ്ഠമില്ലാത്ത മനസ്സെന്ന് പറയുന്നത്. കുഷ്ഠമുള്ള ഒരു മനുഷ്യനെ കുഷ്ഠമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ സഹായിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിന്ന് വേദഭാഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 12 മുതലുള്ള ഭാഗത്ത് കണ്ട കുഷ്ഠരോഗിയുടെ സൗഖ്യം. എല്ലാ സുവിശേഷങ്ങളിലുമുള്ള സംഭവമാണല്ലോ ഇത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, രോഗിയെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം കുഷ്ഠരോഗിയെ സമൂഹം മുഴുവൻ പിന്തള്ളിപ്പെടുന്ന, എടുത്ത് സമൂഹത്തിൻ്റെ ഭാഗമാക്കാതെ പുറന്തള്ളുന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുവാൻ അവനെ തൊട്ടു എന്നാ പറഞ്ഞത്. കൈകൊണ്ട് തൊട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു അവനെ കൈകൊണ്ട് തൊട്ടവനെ എനിക്ക് മനസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കുവാൻ. നിസ്സഹായരായി പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവനെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്ന മനസ്സാണ് കുഷ്ഠമില്ലാത്ത മനസ്സെന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാമല്ലോ, വൈരാഗ്യങ്ങളും ശത്രുതയും പകയും വിദ്വേഷവും ഒക്കെ കൊണ്ട് മനസ്സ് കുഷ്ഠം ബാധിച്ച് മനുഷ്യരെ അകറ്റി നിർത്തുവാൻ പുറം ലോകത്തേക്ക് തള്ളി മാറ്റപ്പെടുവാൻ തക്കവണ്ണം മനസ്സ് വ്യഗ്രത കാണിക്കുന്ന അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലും മനുഷ്യ കാഴ്ചപ്പാടിലുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായും അതിലൊരാളായിട്ടുമൊക്കെ നമ്മൾ കഴിയുമ്പോൾ ഈ വലിയ നോമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ കുഷ്ഠത്തെ അതിൽ നിന്നും മോചനം പ്രാപിച്ച് ഈ നോമ്പനുഷ്ഠാനം മൂലം, ഈ അനുതാപത്തിൻ്റെ ദിനങ്ങളിലൂടെയുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾ മൂലം, ആ ജീവിതശൈലി മൂലം മനസ്സിൻ്റെ കുഷ്ഠത്തിൽ നിന്ന് വിമുക്തരായി മനുഷ്യൻ്റെ മഹത്വത്തെ, ജീവൻ്റെ മഹത്വത്തെ ആഘോഷിക്കുവാനും ഉൾക്കൊള്ളുവാനും തക്കവണ്ണം സാധിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ഈ ലോക ജീവിതം പൂർത്തീകരിക്കുവാനുള്ള ആഹ്വാനമാണ്. അതാണ് ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ, നോമ്പിൻ്റെ ഈ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ വേദഭാഗം നൽകുന്ന സന്ദേശം എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ ഇടവകകളിൽ, നാം ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിലൊക്കെ തന്നെ മനുഷ്യരോട് ചേർന്ന് സഹവസിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ജീവിതം, എല്ലാവരെയും കുഷ്ഠം ബാധിച്ചവരായി മാറ്റി നിർത്തുവാനുള്ള, കുഷ്ഠം ബാധിച്ച മനസ്സുമായി നടക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അങ്ങനെയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ നോമ്പിൻ്റെ ഈ ദിവസം ദൈവം ഈ വേദഭാഗത്തിലൂടെ നമ്മൾക്ക് നൽകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കട്ടെ. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനും പരിശുദ്ധനുമായ അന്ത്രയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ത്രയോസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷങ്ങളിലും ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇവിടെ വന്ന് സംബന്ധിക്കാൻ തക്കവണ്ണം ഇവിടെ നാട്ടിലുള്ളപ്പോഴൊക്കെ പ്രത്യേകമായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ തീർത്ഥാടന കേന്ദ്രമാണിത്. പ്രത്യേകിച്ചും എൻ്റെ ചെറുപ്പത്തിലൊക്കെ, ഞാൻ ഈ പുത്തൂർ ദേശക്കാരനാണല്ലോ, എൻ്റെ ചെറുപ്പത്തിലേക്കുള്ള ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെയും ഞങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഈ പള്ളിയാണ്, ഈ കല്ലടപ്പള്ളിയാണ്.
അന്ന് ഈ പാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് വള്ളത്തിലൊക്കെ കയറി ഈ പെരുന്നാളിന് വരുന്നത് ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയാണ്. എല്ലാ വർഷവും എപ്പോഴെങ്കിലും ഈ പള്ളിയിൽ ഈ വള്ളത്തിൽ കയറി ഇവിടെ വന്ന് കടത്തിലിറങ്ങി ഇവിടെ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് കല്ലട പെരുന്നാളിൽ സംബന്ധിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ വലിയ ഒരു നിറവും സന്തോഷവും ഒക്കെയായിട്ട് അന്ന് മുതൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന സംഗതിയാണ്. ഇനി ഈ പെരുന്നാളിൻ്റെ തുടക്ക ദിവസം ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൽ, കൊടിയേറ്റ് കർമ്മത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ 1678 ഈ ദേശത്ത് വന്ന്, കേരളത്തിൽ വന്ന് ഏകദേശം 4 വർഷക്കാലത്തോളം മുളന്തുരുത്തി മുതൽ ചെങ്ങന്നൂർ പുത്തൻകാവ് മുതൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി തൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ടും സുവിശേഷ തീഷ്ണത കൊണ്ടും അനേകരെ തന്നിലേക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ഈ ഭൂമിയിൽ മൺമറഞ്ഞു പോയ അന്ത്രയോസ് ബാവ ആ കാലഘട്ടം മുതൽ ഇന്നയോളം അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ദീപ്തമായി പ്രകാശിച്ചു നിൽക്കുന്ന പുണ്യ പിതാവ്. ആ പെരുന്നാളിൻ്റെ തുടക്കം, ഈ വർഷത്തെ തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഈ സന്ദർഭത്തിൽ ആ വിശുദ്ധൻ്റെ മധ്യസ്ഥത ഈ ദേശത്തിനൊട്ടക്കും, ഈ ദേശത്തിൽ എല്ലായിടവും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തേടുന്ന നാനാജാതി മതസ്ഥരായ അദ്ദേഹത്തിൻ്റെ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തേടുന്നത് നാനാജാതി മതസ്ഥരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാൻ ഈ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയാണ്, നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ വരുന്നത്. അവരൊക്കെ വളരെ ഭക്തിയോടുകൂടി വന്ന് കൈമുത്തുന്നതും കുരിശു വരയ്ക്കുന്നതുമൊക്കെ അതൊക്കെ അവർ വളരെ സാധാരണ ഒരു ഓർത്തഡോക്സുകാരൻ ചെയ്യാത്തതിനേക്കാൾ തീഷ്ണതയോടും അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലുമൊക്കെ അവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ നാനാജാതി മതസ്ഥരായ മനുഷ്യർക്ക് അഭയകേന്ദ്രമായിരിക്കുന്ന ഈ ദേവാലയം അവരുടെ മധ്യസ്ഥനായിരിക്കുന്ന അന്ത്രയോസ് ബാവായുടെയും പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം ഇന്ന് നടക്കുമ്പോൾ നമുക്ക് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥത തേടാം. ആ പിതാവിനെയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാൻ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ, ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ചടങ്ങുകൾ ഏറ്റവും ശ്രേഷ്ഠമായും ധന്യമായും തീരുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.